നമസ്കാരം, ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. തീർത്ഥാടകരെ സ്വീകരിക്കാൻ കണ്ണൂർ ഹജ്ജ് ക്യാമ്പ് സുസജ്ജം. സർക്കാരിന്റെ 18 വകുപ്പുകളുടെയും സേവനം ക്യാമ്പിൽ ഒരുങ്ങി. 31 വൈകുന്നേരം നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിന്റെ വേദിയുടെ ഒരുക്കങ്ങളും അവസാന ഘട്ടത്തിലെത്തി. മെഡിക്കൽ കൗണ്ടറുകളും ക്യാമ്പിൽ പ്രവർത്തിക്കും. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം ഭക്ഷണ ഹാൾ, നമസ്കാര ഹാൾ, ശുചിമുറികൾ, താമസ സൗകര്യം എന്നിവ പൂർത്തിയാക്കി കഴിഞ്ഞു. ഉദ്ഘാടനം നടക്കുന്ന വേദിയുടെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. ഇവയുടെയെല്ലാം സുരക്ഷാ പരിശോധനകളും പൂർത്തിയായി. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ പ്രത്യേക സെൽ വിമാനത്താവളത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. ഹജ്ജ് ക്യാമ്പിൽ ഇന്റർനെറ്റ് കണക്ഷൻ ഒരുക്കിയിട്ടുണ്ട്. ഇത്തവണ ജൂൺ 10 വരെ 9 സർവീസ് തുടർച്ചയായി നടക്കുന്നതിനാൽ ഇടവേളകളില്ലാത്ത യാത്രാ സജ്ജീകരണമാണ് ഒരുക്കിയത്. അലോപ്പതി, ആയുർവേദം, ഹോമിയോ തുടങ്ങിയ എല്ലാ വിഭാഗത്തിന്റെയും മെഡിക്കൽ കൗണ്ടറുകളും ക്യാമ്പിൽ പ്രവർത്തിക്കും. ആവശ്യാനുസരണം പരിശോധനാ ഉപകരണങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അലോപ്പതി, ഹോമിയോ സേവനം 3 ഷിഫ്റ്റുകളിലായി 24 മണിക്കൂറും ഉണ്ടാകും. 24 മണിക്കൂർ മുൻപ് ഹാജിമാർ എയർപോർട്ടിനോടനുബന്ധിച്ച കൗണ്ടറിലാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. ലഗേജ് സ്വീകരിക്കാൻ അവിടെ കൗണ്ടറുകൾ ഉണ്ടാവും. വെള്ളിയാഴ്ച രാവിലെ 10 മണിയോടെ ആദ്യയാത്രാ സംഘത്തിലെ തീർത്ഥാടകർ എത്തിത്തുടങ്ങും. കിയാൽ MD C ദിനേശ് ആദ്യയാത്രക്കാരുടെ ബാഗേജുകൾ സ്വീകരിക്കും. വളണ്ടിയർ സേവനം എല്ലാ രംഗത്തും ലഭിക്കുന്ന തരത്തിൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. എയർപോർട്ടിൽ നിന്ന് ക്യാമ്പിലേക്കും ക്യാമ്പിൽ നിന്ന് എയർപോർട്ടിലേക്കും പ്രത്യേകം വാഹന സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഹാജിമാരെ യാത്രയയക്കാൻ എത്തുന്നവർക്ക് ക്യാമ്പിലേക്ക് പ്രവേശനമുണ്ടാകില്ല. 150 ഹജ്ജ് വളണ്ടിയർമാരും വിവിധ വകുപ്പുകളിൽ നിന്ന് എത്തിച്ചേർന്ന 35 ഉദ്യോഗസ്ഥരും ഹജ്ജ് സെൽ സംവിധാനത്തിൽ സേവന നിരതരായി കഴിഞ്ഞു. ഒരേ സമയം 1000 പേർക്ക് വരെ ഭക്ഷണം വിളമ്പാവുന്ന സൗകര്യമാണ് ക്യാമ്പിൽ ഒരുക്കിയിട്ടുള്ളത്. ഭക്ഷണ പരിശോധനയ്ക്കും പാചക നിരീക്ഷണത്തിനും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പ്രത്യേകം സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ക്യാമ്പിലെ അജൈവ മാലിന്യങ്ങൾ ശേഖരിച്ച് സംസ്കരണ കേന്ദ്രത്തിൽ എത്തിക്കുന്നതിനുള്ള സംവിധാനം മട്ടന്നൂർ നഗരസഭ പ്രത്യേക ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ക്യാമ്പിലും പരിസരത്തും നഗരസഭ ബോട്ടിൽ ബൂത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. ബൂത്തുകളുടെ ഉദ്ഘാടനം KK ശൈലജ MLA നിർവഹിച്ചു. ജനകീയ സ്വാഗത സംഘത്തിന്റെ 11 സബ് കമ്മിറ്റികളും ഹജ്ജിന്റെ വിജയത്തിനായി പ്രവർത്തിക്കുന്നുണ്ട്. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.